ഹലോ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് അടിപൊളി ഒരു കാരമൽ പാൽ പായസമാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഈ കാരമൽ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ നന്നായിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് വരണം. അപ്പോൾ ഇതാ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ മെൽട്ടാകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതാകാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒക്കെ എരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ആക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡും കാരമലായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കളറൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കാരമലൊക്കെ ആയിട്ട് മിക്സ് ആകുമ്പോഴേക്കും നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതെനിക്ക് കറക്റ്റ് മധുരമായിട്ടാണ് കിട്ടിയത്. എനിക്ക് മധുരം പോരെങ്കിൽ കുറച്ച് ഷുഗർ കുറച്ച് കൊടുത്താൽ മതി. ഷുഗർ കുറക്കണമെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഏലക്കാൻ്റെ ഇത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം ഞാനിതാ 1 കപ്പ് വറുത്ത സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത സേമിയാണോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് മിൽമ നെയ്യിലെ അതിലിട്ടിട്ട് നന്നായിട്ട് സേമിയ വറുത്തതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ ഞാനിത് ഓൾറെഡി എനിക്ക് വറുത്ത സേമിയം കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇനി സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഈ ഒരു ടൈം മധുരമൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതെനിക്ക് നല്ല കറക്റ്റ് മധുരമായിട്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഇത് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. ആ ചെറിയ ടിന്നിൽ വരുന്നതിൽ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, വെറും പാൽ മാത്രമാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂടാറിയ ശേഷം നല്ല കട്ടി കൂടി വരും കേട്ടോ. പിന്നെ ഇതിന് കാഷ്യൂവും മുന്തിരിയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമല്ല. കാഷ്യൂ മുന്തിരിയൊക്കെ പായസത്തിന് അവർക്കിങ്ങനെ കടിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചെയ്തോളൂ കേട്ടോ. കാഷ്യൂ മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഞാനൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പായസമാണ് കിട്ടിയത്. അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.